നെയ്പ്പത്തിൽ ഉണ്ടാക്കിയിട്ട് ശരിയാവാത്തവർക്ക് പോലും ഈസി ആയിട്ട് ഉണ്ടാക്കാൻ പറ്റുന്ന ഒരു അടിപൊളി ഈസി മെത്തേഡാണ്. വളരെ പെട്ടെന്ന് തന്നെ ഈ നെയ്പ്പത്തിൽ ആർക്കും വേണമെങ്കിലും ഉണ്ടാക്കിയെടുക്കാൻ പറ്റും. ഒരു 2 കപ്പ് പച്ചരി മാത്രം മതി ഇത് ഉണ്ടാക്കാൻ വേണ്ടിയിട്ട്. സാധാരണ നമ്മൾ ഉണ്ടാക്കുമ്പോൾ തേങ്ങയൊക്കെ ചേർക്കാറില്ലേ, പക്ഷേ ഇതിന് തേങ്ങയുടെ ഒന്നും ആവശ്യമില്ല. അത് അല്ലാതെ തന്നെ നല്ല ടേസ്റ്റ് ഉണ്ട്. അപ്പോൾ നമുക്ക് പെട്ടെന്ന് തന്നെ റെസിപ്പിയിലേക്ക് കടക്കാം. ഞാനിവിടെ ഒരു 2 കപ്പ് പച്ചരി രാത്രി കുതിർത്ത് വെച്ചതാണ്. രാവിലെ വെള്ളമൊക്കെ കളഞ്ഞിട്ടുണ്ട്. കുതിർക്കുമ്പോൾ തന്നെ കഴുകി വൃത്തിയാക്കി വെച്ചതാണ്. ഇതിന് വെള്ളമൊക്കെ കളഞ്ഞിട്ട് നമുക്ക് മിക്സിയുടെ വലിയ ജാറിലേക്ക് ഇട്ട് കൊടുക്കാം. കുറഞ്ഞതൊരു 3 മണിക്കൂറെങ്കിലും നമ്മുടെ ഈ പച്ചരി ഒന്ന് കുതിർക്കണേ നിങ്ങൾ. അങ്ങനെ വെള്ളമൊക്കെ കളഞ്ഞിട്ട് നമുക്ക് മിക്സിയുടെ ജാറിലേക്ക് ഇട്ട് കൊടുത്തിട്ടുണ്ട്. ഇനി ഇതിലേക്ക് നമുക്ക് ചേർത്ത് കൊടുക്കേണ്ടത് ഉള്ളിയും പെരുംജീരകമാണ്. നിങ്ങളുടെ കയ്യിൽ ചെറിയ ഉള്ളി ഉണ്ടെങ്കിൽ ചെറിയ ഉള്ളി ചേർത്ത് കൊടുക്കുക. പിന്നെ ഞാനിവിടെ വലിയ ഉള്ളിയാണ് ചേർക്കുന്നത്. ഒരു ചെറിയ വലിയ ഉള്ളിയാണ് ചേർത്തിട്ടുള്ളത്. അതുപോലെ 1 ടീസ്പൂൺ പെരുംജീരകം ചേർത്ത് കൊടുത്തിട്ടുണ്ട്. പെരുംജീരകത്തിന് പകരം നിങ്ങൾക്ക് ചെറിയ ജീരകമില്ലേ, അത് ചേർത്ത് കൊടുത്താലും മതി. പിന്നെ അരക്കാൻ ആവശ്യമുള്ള വെള്ളവും പിന്നെ കുറച്ച് ഉപ്പും ചേർത്ത് കൊടുത്തിട്ടുണ്ട്. വെള്ളം കൂടിപ്പോയാലും കുഴപ്പമൊന്നുമില്ല, ഇത് നന്നായിട്ട് അരഞ്ഞ് കിട്ടണം. അപ്പോൾ ഇവിടെ അരച്ചെടുത്തിട്ടുണ്ട്. ഒട്ടും തരിയൊന്നുമില്ലാണ്ട് നന്നായിട്ട് തന്നെ അരച്ചെടുത്തിട്ടുണ്ട്. ഇത് നമുക്ക് ഇതുപോലെയുള്ള വലിയൊരു പാത്രത്തിലേക്ക് ഒഴിച്ചു കൊടുക്കാം. വലിയൊരു നോൺ സ്റ്റിക്കിൻ്റെ പാത്രമായിരിക്കും ഏറ്റവും കൂടുതൽ നല്ലത്. കാരണം ഇത് നമുക്കൊന്ന് വറ്റിച്ചെടുക്കണം. അപ്പം വലിയ പാത്രത്തിൽ തന്നെ എടുക്കുക. ഇളക്കാനൊക്കെ എളുപ്പത്തിന് വേണ്ടിയിട്ടാണ് ഇങ്ങനെ വലിയ പാത്രം എടുക്കുന്നത്. ഇതിലേക്ക് നമുക്കിനി ചേർത്ത് കൊടുക്കേണ്ടത് ഒരു 3 ടീസ്പൂൺ റവയാണ്. റവ ഇല്ലെങ്കിൽ പുട്ടിൻ്റെ പൊടിയില്ലേ, തരിതരിപ്പായിട്ടുള്ള പുട്ടിൻ്റെ പൊടി, അത് ചേർത്ത് കൊടുത്താലും മതി. ഒരു 3-4 ടീസ്പൂൺ വരെ ചേർത്ത് കൊടുക്കാം. എന്നിട്ട് ഇതൊന്ന് മിക്സ് ആക്കിയിട്ടുണ്ട്. ഇനി നമുക്ക് ഗ്യാസ് സ്റ്റോപ്പിൽ വെച്ചിട്ട് ഫുൾ ഫ്ലെയിമിൽ തന്നെ ഒരു 2 മിനിറ്റ് ഇളക്കുക. അതായത് ഇതൊന്ന് ചൂടാകുന്നവരെ. ചൂടായി കഴിഞ്ഞിട്ടാകുമ്പോൾ പെട്ടെന്ന് തന്നെ തീ കുറക്കുക. തീ കുറച്ചിട്ട് ലോ ഫ്ലെയിമിൽ വെച്ചിട്ട് ഒരു 4-5 മിനിറ്റ് നന്നായിട്ടൊന്ന് ഇളക്കി കൊടുക്കണം. അപ്പോൾ ഇത് നന്നായിട്ടൊന്ന് കുറുകി വറ്റി വരും. പ്രത്യേകം ശ്രദ്ധിക്കണം, തീ ഒട്ടും കൂട്ടി വെക്കരുത്. ഇപ്പോൾ നിങ്ങൾക്ക് കാണാൻ പറ്റുന്നുണ്ട്, ഇടയ്ക്ക് ഒരു കട്ട പിടിക്കുമ്പോഴൊക്കെ തോന്നും. അത് കുഴപ്പമില്ല, നന്നായിട്ട് ഇളക്കിക്കൊണ്ടേ ഇരുന്നാൽ മതി. എന്നാൽ എല്ലാ ഭാഗത്തും ഒരുപോലെ നല്ലതുപോലെ വെന്ത് കിട്ടും. ഇതൊന്ന് കുറുക്കിയെടുക്കണം. ഈ വെള്ളമൊക്കെ വറ്റി വരുന്നവരെ നമുക്ക് ഇതുപോലെ ഇളക്കിക്കൊണ്ടിരിക്കുക. അങ്ങനെ ഒരു 4-5 മിനിറ്റ് കഴിയുമ്പോൾ ഇതുപോലെ ഈ ഒരു പരുവത്തിൽ കിട്ടും. അതായത് നമ്മൾ പത്തിരിക്കൊക്കെ മാവ് കുഴക്കുന്നില്ല, ആ ഒരു പരുവത്തിലായി കിട്ടും. അപ്പോൾ ഇത് ഓൾറെഡി കുക്കഡായി. ഇനി ഇത് കൂടുതൽ വേവിക്കാനൊന്നുമില്ല. ഇതിന് നമുക്കൊരു സൈഡിലേക്ക് മാറ്റിക്കാം. കുറച്ച് ചൂടൊന്ന് ആറണ്ടേ. ചൂടാറിയതിന് ശേഷം കൈ കൊണ്ട് നന്നായിട്ട് ഒന്നുകൂടി ഒന്ന് കുഴച്ചെടുക്കാം. ഇതിപ്പോൾ ചെറിയൊരു ചൂടുണ്ട്. നിങ്ങൾക്ക് ടൈം ഉണ്ടെങ്കിൽ കുറച്ച് ടൈം ചൂടാറാൻ വെച്ചിട്ട് പിന്നെ കുഴച്ചെടുത്താലും മതി. ഇതിന് നമുക്കൊരു പാത്രത്തിലേക്ക് മാറ്റി കൊടുക്കാം. അങ്ങനെ ഇതൊരു പാത്രത്തിലേക്ക് മാറ്റിയിട്ടുണ്ട്. ഇത് നമുക്ക് നെയ്പ്പത്തൽ ഉണ്ടാക്കിയെടുക്കാം. നമ്മുടെ മാവ് ഇവിടെ റെഡിയായി. ഇതിന് ഞാനിപ്പോൾ ഒരു പത്തിരി പ്രസ്സറിൽ വെച്ചിട്ടാണ് ചെയ്യുന്നത്. നിങ്ങൾക്ക് കൈ കൊണ്ട് പരത്തിയാലും മതി. ജസ്റ്റ് ഒന്ന് പ്രസ് ചെയ്താൽ മതി. അധികം കട്ടി കുറച്ച് പരത്തരുത്. കട്ടി കുറച്ച് പരത്തിയത് പിന്നെ പൊങ്ങി വരില്ല. കുറച്ച് കട്ടിയിൽ തന്നെ പരത്തണം. അങ്ങനെയാകുമ്പോൾ നല്ല പൊള്ളി വരും. ഈ ഒരു കട്ടിയിൽ തന്നെ എടുക്കുക. കുറച്ച് കട്ടി കൂടിയാലും കുഴപ്പമൊന്നുമില്ല. കാരണം നമ്മളിത് ഓൾറെഡി ഇത് വാട്ടിയതല്ലേ, നന്നായിട്ട് വെന്തതാണ്. ഇനി ഇതിൽ വേവാനൊന്നുമില്ല. അപ്പോൾ കട്ടി കൂടിയാലും കുഴപ്പമൊന്നുമില്ല. ഇത് നല്ല ഫുൾ ഫ്ലെയിമിൽ തന്നെയാണ് ഞാൻ ഇപ്പോൾ വെച്ചിട്ടുള്ളത്. കാരണം തീ കുറച്ച് വെക്കുമ്പോൾ എണ്ണ കുടിക്കുന്നുണ്ട്. അപ്പോൾ തീ കൂട്ടി വെക്കുക. നിങ്ങൾക്ക് തോന്നുമല്ലോ കുറച്ച് പെട്ടെന്ന് ബ്രൗൺ കളറായി പോകുന്നു തോന്നുന്നുണ്ടെങ്കിൽ കുറച്ച് തീ കുറച്ച് കൊടുത്താൽ മതി. പക്ഷെ ഒട്ടും ലോ ഫ്ലെയിമിൽ വെക്കരുത്. ലോ ഫ്ലെയിമിൽ വെച്ചാൽ നല്ലതുപോലെ എണ്ണ കുടിക്കും. അതുപോലെ പൊങ്ങി വരാനും ബുദ്ധിമുട്ടാണ്. ഇതിപ്പോൾ ഞാൻ ഫുൾ ഫ്ലെയിമിൽ തന്നെ വെച്ചിട്ടുള്ളത്. നന്നായിട്ട് പൊങ്ങി വന്നിട്ടുണ്ട്. ഇതിന് നമുക്ക് തിരിച്ചിട്ട് കൊടുക്കാം. ആ റവയൊക്കെ ചേർക്കുന്നതുകൊണ്ട് അതിൻ്റെ ആ ഒരു കുത്തുകുത്ത പൊരിഞ്ഞ് വരും അത് ഒക്കെ. അപ്പോൾ നല്ലൊരു കാണാൻ നല്ല ഭംഗിയാണ്. ഇത് നിങ്ങൾക്ക് ഇങ്ങനെ ഈ കളറിൽ വേണമെങ്കിൽ എടുക്കുക. അല്ലെങ്കിൽ നല്ല ഗോൾഡൻ ബ്രൗൺ കളറാകുമ്പോൾ അങ്ങനെ വേണമെങ്കിൽ എടുക്കുക. അങ്ങനെയാകുമ്പോൾ കുറച്ചുകൂടി നല്ലൊരു ക്രിസ്പി ആയിട്ട് കിട്ടും. കഴിക്കാനും അതാണ് കൂടുതൽ ടേസ്റ്റ്. ഞാൻ കുറച്ച് ടൈം വെച്ചിട്ട് ആ ഒരു കളറാകുന്നവരെ വെച്ചിട്ടാണ് എടുത്തത്. അപ്പോൾ നല്ലൊരു ടേസ്റ്റ് ഉണ്ട്. അപ്പോൾ നമ്മുടെ നെയ്പ്പത്തലിന് അതേ ടേസ്റ്റ് തന്നെയാണ് ഇത് വരുന്നത്. നിങ്ങൾ എന്തായാലും ഒന്ന് ട്രൈ ചെയ്ത് നോക്കുക.
ചിലർക്കൊക്കെ അറിയുന്നതായിരിക്കും ഈ ഒരു റെസിപ്പി. കണ്ടില്ലേ, നല്ല അടിപൊളി നെയ്പ്പത്തൽ ഇവിടെ റെഡി ആയിട്ടുണ്ട്. ഇത് നമുക്ക് ചൂട് ചായയുടെ കൂടെ കഴിക്കാൻ നല്ല ടേസ്റ്റാണ്. കറിയുടെ ഒന്നും ആവശ്യമില്ല ഇതിന്. കറി ആവശ്യമുണ്ടെങ്കിൽ നല്ല സ്പൈസി ആയിട്ടുള്ള ബീഫ് കറിയോ ചെമ്മീൻ കറിയോ അതൊക്കെ നല്ല ടേസ്റ്റ് ആയിരിക്കും. അപ്പോൾ നെയ്പ്പത്തൽ ഉണ്ടാക്കാൻ വേണ്ടി പത്തിരിപ്പൊടിയും അതൊന്നും ആവശ്യമില്ല. അതുപോലെ പുഴുങ്ങലരി കുതിർക്കൽ അതൊന്നും വേണ്ട. ജസ്റ്റ് 2 പച്ചരി കൊണ്ട് നല്ല അടിപൊളി നെയ്പ്പത്തൽ റെഡി ആയില്ലേ. ഇതെല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കുക, എല്ലാവർക്കും ഇഷ്ടമാവും. ഇൻഷാ അല്ലാഹ് വീഡിയോ ഇഷ്ടമായിട്ടുണ്ടെങ്കിൽ ലൈക്ക്, ഷെയർ, കമൻറ്റ്സ്, സബ്സ്ക്രൈബ് ഒക്കെ ഒന്ന് ചെയ്യുക. ഇനി അടുത്ത വീഡിയോ ആയിട്ട് വരുന്നവരെല്ലാവർക്കും താങ്ക് യു. അസ്സലാമു അലൈക്കും.